വളരെ സന്തോഷത്തോടുകൂടി നോമിനേഷൻ സമർപ്പിച്ചു കഴിഞ്ഞു. അതിനകത്ത് ഹൃദയത്തിനകത്ത് അതിതീവ്രമായ കഠിനമായിട്ടുള്ള ഒരു വേദന എന്നുള്ളത് ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്വർഗീയനായിട്ടുള്ള രഞ്ജിത്ത് ശ്രീനിവാസന്റെ ഓർമ്മകൾ, ആ ഓർമ്മകൾ വേട്ടയാടിക്കൊണ്ട് തന്നെയാണ് ഈ നോമിനേഷൻ ഹാളിലേക്ക് കയറി പോയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ശ്രീമതി ലിഷയാണ് സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ കെട്ടിവെക്കാനുള്ള പണം നൽകിയിട്ടുള്ളത്. ഈ ആലപ്പുഴയിൽ, നമ്മുടെ കേരളത്തിൽ ഇതുപോലെയുള്ള ഭീകരവാദ പ്രസ്ഥാനങ്ങളുടെ കൊലക്കത്തിക്കിരയായി ആളുകൾ പിടഞ്ഞു വീണ് മരിച്ചിട്ടും അതേ തീവ്രവാദ സംഘടന ഞങ്ങൾ UDF-നെ പിന്തുണയ്ക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടും അതാവശ്യമില്ല എന്ന് പറയാനുള്ള ഒരു സാമാന്യ മര്യാദ പോലും UDF-ൻ്റെയും അതുപോലെ തന്നെ LDF-ൻ്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. കണ്ണൂരിൽ നിന്ന് ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിലേക്ക് ഭീകരവാദികളുടെ സാന്നിധ്യം എത്തിച്ചിട്ടുണ്ട്. ഒരിക്കലും ആലപ്പുഴയിലെ സാധാരണക്കാരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരനോ സാധാരണക്കാരനായിട്ടുള്ള കോൺഗ്രസ്സുകാരനോ, കാരണം ഇത് ഞാൻ ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയല്ല, ഇത് 9ാമത്തെ തെരഞ്ഞെടുപ്പാണ്, 3ാമത്തെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പാണ്. ഫ്ലെക്സ് ബോർഡുകൾ കഴുത്തിനോട് ചേർത്ത് വെട്ടിയെടുക്കുക, ആ വെട്ടിയെടുത്ത ഫ്ലെക്സ് ബോർഡിൻ്റെ മുകളിൽ മിസ്റ്റർ ആരിഫിൻ്റെ ഫോട്ടോ വയ്ക്കുക, അത് അന്വേഷണത്തിന് കലക്ടർ ഉത്തരവിടുമ്പോൾ പോലീസ് അന്വേഷണമെന്നുള്ള ഒരു അവർ ആളുകളെ പറ്റിക്കുന്ന അന്വേഷണം. കാരണം ഇത് ഞങ്ങൾ പരാതി കൊടുത്തിട്ട് ദിവസങ്ങളായി. പക്ഷെ കലക്ടർ ഉത്തരവിട്ടത്, കലക്ടർ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടു. ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകം ഒരു സെല്ല് തന്നെ ഇവിടെ ആലപ്പുഴ പാർലമെൻറ്റിൽ പ്രവർത്തിക്കുകയാണ് എൻ്റെ ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിക്കാൻ. അത് മാനസികമായിട്ടുള്ള ഒരു സ്ത്രീ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന സമയത്ത് മാനസികമായിട്ട് നമ്മളെ ക്ഷതമേൽപ്പിക്കാൻ സാധിക്കുമോ എന്നതിൻ്റെ വളരെ ആസൂത്രിതമായിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ്. അതുണ്ടായതിനു ശേഷവും ആ ഫ്ലെക്സ് ബോർഡുകൾ പരിശോധിക്കാൻ വരുന്നതിന് മുൻപ് ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് വാരി കൂട്ടിയെടുത്ത് വണ്ടിയിൽ കയറ്റി സ്ഥാനാർത്ഥിയുടെ ആളുകളോ വരുന്നതിന് മുൻപ് കൊണ്ടുപോവുക, ഇങ്ങനെയുള്ള പ്രവണതകളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ശരി, തെരഞ്ഞെടുപ്പ് പോരാട്ടം എന്നുള്ളത് വ്യക്തിപരമായിട്ടും എൻ്റെ സഹപ്രവർത്തകരെ സംബന്ധിച്ചും ഞങ്ങൾക്കിത് ഒരു അത്രയും വലിയ ഒരു എന്താ പറയുക കാര്യമല്ല. ഇത് തെരഞ്ഞെടുപ്പ് എന്നുള്ളത് രാജ്യത്ത് നിലനിൽക്കുന്ന ഭരണഘടനാ സംവിധാനത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അതാരായിരിക്കണം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടത്, ജനങ്ങൾക്ക് വേണ്ടി കൂടുതൽ പ്രവർത്തിക്കേണ്ടത് എന്ന് തീരുമാനിക്കാൻ ജനഹിതത്തിന് വിട്ടുകൊടുക്കുന്ന ഒരു സമയമാണ്. എന്നാൽ രാഷ്ട്രീയപരമായിട്ടുള്ള പോരാട്ടങ്ങളും അതുപോലെ തന്നെ ഞങ്ങളുടെ കഠിനമായിട്ടുള്ള വ്യതയും ഞങ്ങളുടെ ബലിദാനികളുടെ നഷ്ടപ്പെടലും ഇതെല്ലാം സഹിച്ചുകൊണ്ട് തന്നെയാണ് ഓരോ മണിക്കൂറും ഈ സംഘടന മുന്നോട്ട് പോകുന്നത്. അത് കൃത്യമായിട്ട് ജനാധിപത്യപരമായിട്ടുള്ള രീതിയിൽ തന്നെ ഞങ്ങളുടെ പ്രസ്ഥാനം അത് കണക്ക് പുസ്തകത്തിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് വളരെ വേദനയോട് കൂടിയിട്ട് പറയാനുള്ളത്, ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിൽ ഒരു വാർത്ത ബ്രേക്കിംഗ് ന്യൂസാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്നത് മുഹൂർത്തം തെറ്റിയിട്ടാണ് ഞാൻ നാമനിർദ്ദേശ പത്രിക കൊടുത്തിട്ടുള്ളത് എന്നാണ്. ഒരു ചാനലിന് അങ്ങനെ മുഹൂർത്തമൊക്കെ പറയാൻ പാടുണ്ടോ? ഞാൻ ഈശ്വര വിശ്വാസിയാണ്. 12 മണിക്ക് മുൻപാണ് എനിക്ക് നോമിനേഷൻ കൊടുക്കേണ്ടത്. ഞാൻ നോമിനേഷൻ സമർപ്പിച്ചിട്ടുള്ളതിൻ്റെ ടൈം കലക്ടറുടെ കയ്യിലുണ്ട്. അതൊന്ന് വാങ്ങി നോക്കുന്നതിന് മുൻപായിട്ട് ഇങ്ങനെ ഒരു വാർത്ത കൊടുത്തതിൽ എനിക്ക് തീർച്ചയായിട്ടും വേദനയുണ്ട്. അത് 11:52 ഞാൻ നോമിനേഷൻ സമർപ്പിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ അത് ന്യൂസ് റൂമിലിരിക്കുന്ന ആളുകൾക്ക് തെറ്റുപറ്റിയതായിരിക്കാം. അത് തിരുത്തണം എന്നുള്ള ഒരു അഭ്യർത്ഥനയും ഞാൻ ഇവിടെ തന്നെ അറിയിക്കുകയാണ്. ആസ്തികളെ സംബന്ധിച്ച് അതിൻ്റെ കോപ്പി തീർച്ചയായിട്ടും എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും കിട്ടും. ഞാൻ വളരെ ദരിദ്രമായിട്ടുള്ള സാഹചര്യത്തിൽ ജീവിച്ചിരുന്ന ഒരാളാണ്. 1995 എൻ്റെ വിവാഹം കഴിയുന്നത്.
ആ സമയത്ത് ഉണ്ടായിരുന്ന ആസ്തിയേക്കാൾ കൂടുതലായിട്ട് 2 ഭൂമി എനിക്ക് സ്വന്തമായിട്ടുണ്ട്. കാരണം എനിക്ക് ഇന്ന് അഭിമാനകരമായിട്ടുള്ള രീതിയിൽ ഇന്ത്യയിൽ നിന്ന് ഒരുപക്ഷെ ശ്രീമാൻ ശശി തരൂരിന് ശേഷം പബ്ലിക് പോളിസി പഠിക്കാനായിട്ട് 4 യൂണിവേഴ്സിറ്റികൾ ഒരേ സമയത്ത് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ അമ്മ കൂടിയാണ് ഞാൻ. മാത്രവുമല്ല, ആ കുട്ടി 18 വയസ്സ് മുതൽ വളരെ അത്യധ്വാനം ചെയ്യുന്നു. അയാൾ ജർമ്മനിയിലെ ഒരു അറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റിയിലെ ലെക്ചറായിരുന്നു. അങ്ങനെ ഇരുന്നു കൊണ്ട് ജോലി ചെയ്ത മുഴുവൻ പൈസയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അമ്മ എന്നുള്ള രീതിയിൽ അമ്മയ്ക്ക് 2 ഭൂമികൾ വാങ്ങിത്തരാൻ സാധിച്ച ഒരു മകൻ എനിക്കുണ്ട്. രണ്ടാമത്തെ ആളും ജോലിയിൽ തന്നെയാണ്. അയാളും പ്ലേസ്മെൻറ്റിലൂടെ തന്നെയാണ് നല്ല ഒരു ജോലി അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത്. ഞാൻ എൻ്റെ അമ്മയുടെ മകൾ എന്നുള്ള രീതിയിൽ ഞാൻ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് ഉണ്ണാനും കൊടുക്കാനും ഒന്നും കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ 2 കുട്ടികളുടെ അത്യധ്വാനവും ഏറ്റുവാങ്ങാൻ സാധിച്ചിട്ടുള്ള ഒരു അമ്മ എന്നുള്ള രീതിയിൽ ഞാനിവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളത്, എന്നെപ്പോലെ ചെറുപ്പത്തിൽ ബുദ്ധിമുട്ടിയിട്ടുള്ള പെൺകുട്ടികൾക്ക് വേണ്ടി വിമൻ ഓറിയൻറ്റഡ് പ്രകടന പത്രിക അവതരിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ആലപ്പുഴ പാർലമെൻറ്റിൻ്റെ മുന്നിൽ നിൽക്കുന്നത്. കാരണം അടച്ചുറപ്പില്ലാത്ത ഒരു വീട്ടിൽ കിടന്നുറങ്ങിയതിൻ്റെ ദുഃഖമറിയുന്ന ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ എൻ്റെ ഒന്നാമത്തെ പ്രയോറിറ്റി ആലപ്പുഴയിൽ 3 വർഷം എനിക്ക് സമയം തരണം, വീടില്ലാത്തവർക്ക് മുഴുവൻ വീട് കൊടുക്കാൻ എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. കൃഷ്ണകുമാരേട്ടൻ പറയുന്നത് നമ്മുടെ ഇവിടെ ആദ്യമായിട്ട് എന്ന് വെച്ചാൽ എപ്പോഴെങ്കിലും കാണുന്ന വ്യക്തിയല്ല. എല്ലാ ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോഴും എല്ലാത്തിലും ഇടപെട്ടിട്ടൊക്കെ നമ്മൾ കാണുന്ന ഒരു വ്യക്തിയാണ്. ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എപ്പോഴും മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. നല്ല ആളാണ്. അവരും ജയിച്ചു വരണം. എന്ത് കാര്യത്തിൽ പോയാലും വേഗം എന്തെങ്കിലും ചെയ്യാനും വ്യക്തിക്കാരൊക്കെ അയാൾ എടുത്തു ചാടി. ഇവിടെ ഈ നാട്ടുകാരെ എല്ലാ കാര്യത്തിനും പുള്ളി ഇവിടെ വന്ന് എല്ലാത്തിനും എല്ലാ വീടുകളിലും കയറി എല്ലാം മരിച്ചാലും കല്യാണം ആയാലും എന്തായാലും ഒരു നല്ല ഇതിന് വരും. ഇവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വേഗം എല്ലാം റെഡിയാക്കി തരും. എല്ലാ കാര്യവും ആള് മുൻപന്തിയിലാണ്. നല്ല അഭിപ്രായമാണ്. മൂപ്പര് സമയത്തും ആരുമായിട്ട് പോയാലും നല്ലൊരു എങ്കിലും ചെയ്യുന്ന ആളാണ്. മൂപ്പരെ പോലെ ആൾക്കാർ വന്നാലേ നമുക്കൊക്കെ ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നല്ല അടിപൊളി മനുഷ്യനാണ്. നല്ല മനുഷ്യനാണ്. നല്ല സ്നേഹമുള്ളതാണ്. ആ പുള്ളി വരണം, തീർച്ചയായും വന്നിരിക്കും. പാലക്കാട്ടിലെ പൊതുവാ എഡ്യൂക്കേഷൻ സിസ്റ്റം அவ்வளோக்கா நமக்கு சப்போர்ட் கிடைக்கிறதில்ல. அப்போ கிருஷ்ணகுமார் மாதிரி எம்பி சார் நமக்கு பாலக்காட்டில் கிடைச்சதுன்னா இப்போ இருக்கிற யங்ஸ்டர்ஸுக்கு கண்டிப்பாக ஒரு ஹெல்ப்ஃபுல்லாக இருக்கும். அப்போ கண்டிப்பாக பாലക്കാட்டுக்கு എംപി കൃഷ്ണകുമാർ സാർ കണ്ടിപ്പാ വരണം. ഇതുവരെ എല്ലാം നല്ല അഭിപ്രായം തന്നെ കേട്ടിരിക്കുന്നു. ശ്രീ കൃഷ്ണകുമാർ നല്ല കാൻഡിഡേറ്റാണ്, നല്ല ഒരാളാണ്, നല്ല പ്രവർത്തകനാണ്. ജനങ്ങൾക്ക് പൊതുസേവനം കൂടുതലുള്ള ആളാണ്. എപ്പോൾ പോയാലും കാണാം, എപ്പോൾ പോയി സംസാരിക്കാം, സാധാരണക്കാർക്ക് സംസാരിക്കാം. ആർക്ക് വേണമെങ്കിൽ എപ്പോൾ പോയാലും എന്ത് കാര്യം പറഞ്ഞാലും സാധിച്ചു തരും. നമ്മുടെ ഇവിടെ ധോണിയിൽ മറ്റേ PT7 ഒരു പ്രക്ഷോഭ പരിപാടിയിലൊക്കെ പുള്ളി അത്രയും നിറഞ്ഞു നിന്ന ആളാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ വാരണി പാലും ഇല്ലേ നമ്മുടെ ഇവിടെ, അവിടെയൊക്കെ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ പാലത്തിന് അത് പുതിയൊരു പാലം വേണമെന്നും പറഞ്ഞിട്ട്, അതേപോലെ തന്നെ മറ്റേ മലമ്പുഴ ഡാമിന്റെ ബാക്കിൽ ഒരു പാലം ഇപ്പോഴും പണി കഴിയാണ്ട് നിൽക്കുക. അപ്പൊ അതിലൊക്കെ പുള്ളിയുടെ നല്ലൊരു ഇടപെടല് നമ്മളതിൽ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. ഒരു MP-യുടെ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് പ്രവർത്തിക്കാൻ അർഹതയുള്ള ഒരു NDA സ്ഥാനാർത്ഥിയാണ് കൃഷ്ണകുമാർ. പാലക്കാട്ടുകാർ ജയിക്കാൻ കൃഷ്ണകുമാർ MP ആവണം. പാലക്കാട്ടുകാർ ജയിക്കാൻ കൃഷ്ണകുമാർ MP ആകണം. പാലക്കാട്ടുകാർ ജയിക്കർക്ക് കൃഷ്ണകുമാർ MP ആവണം. പാലക്കാട്ടുകാർ ജയിക്കാൻ കൃഷ്ണകുമാർ MP ആവണം. പാലക്കാട്ടുകാർ ജയിക്കാൻ കൃഷ്ണകുമാർ MP ആകണം. പാലക്കാട്ടുകാർ ജയിക്കാൻ കൃഷ്ണകുമാർ MP ആകണം. പാലക്കാട്ടുകാർ ജയിക്കാൻ കൃഷ്ണകുമാർ MP ആകണം. പാലക്കാടുകാർ ജയിക്കാൻ കൃഷ്ണകുമാർ MP ആകണം. കേട്ടോ, പാലക്കാട് നിങ്ങൾ മതിയിട്ടോളെ.